ഹലോ ഗായ്സ്, ഇന്നത്തെ വീഡിയോ ഷാർജ ഷേക്കാണ്. അപ്പോൾ ഷാർജ ഷേക്ക് എല്ലാവർക്കും ഇഷ്ടമായിരിക്കുമല്ലോ. അപ്പം വീട്ടിൽ തന്നെ ഉണ്ടാക്കുമ്പോൾ അത്രയും പൈസ പോകുന്നില്ലല്ലോ. അപ്പോൾ അതിനുവേണ്ടി ഞാനൊരു പാല് മേടിച്ചു. അപ്പോൾ കുറച്ച് പഴം വീട്ടിൽ ഉണ്ടായിരുന്നു. അപ്പോൾ 3 പഴം ഞാനപ്പം മിക്സിയുടെ ജാറിലോട്ടിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കശുവണ്ടി ഇടുക. കശുവണ്ടി ഇട്ട് അപ്പോൾ കുറച്ച് പഞ്ചസാരയും കൂടെ ആവശ്യത്തിന്, നമുക്ക് മധുരം എത്രയാണോ വേണ്ടത്, കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം, കുറച്ച് വേണമെങ്കിൽ കുറച്ച് ചേർക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 5 സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്. ആ 5 സ്പൂൺ പഞ്ചസാരയും കൂടെ ഇട്ടതിന് ശേഷം നല്ലവണ്ണം ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് അരച്ചെടുത്തതിന് ശേഷം ഒരു പാലെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ പാല് നല്ല കട്ടി പാലാണ്, അത് ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചെടുത്തതാണ്. അപ്പോൾ അതൊന്ന് നല്ലോണം ഒന്ന് ഉടച്ചെടുക്കണം. അപ്പോൾ അതൊന്ന് ഉടച്ചെടുത്ത് ഒരു ബൗളിലേക്ക് ആക്കിയിട്ടുണ്ട്. അത് ഇനി മിക്സിയുടെ ജാറിലോട്ട് ഞാൻ മാറ്റുന്നുണ്ട്. അപ്പോൾ അത് ഇനി മൊത്തത്തിൽ ഒന്ന് അരച്ചെടുക്കണം. അതും ഈ പഴത്തിൻ്റെ മിക്സും എല്ലാം കൂടെ, നമ്മൾ അരച്ച് വെച്ചിരുന്ന പഴത്തിൻ്റെ മിക്സും എല്ലാം കൂടെ കൂട്ടി ഒന്നും കൂടെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ അതെല്ലാം കൂടെ ഒന്ന് ബ്ലെൻഡായി വരുമ്പോഴത്തേക്ക് നല്ല ക്രീമി ടെക്സ്ചറായിട്ടിരിക്കും. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് പഞ്ചസാരയും കുറച്ച് ബൂസ്റ്റ് കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ അത് അരച്ചെടുത്തിട്ടുണ്ട്. നല്ല ക്രീമി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് ചെറിയ ചെറിയ പഴത്തിൻ്റെ കഷ്ണങ്ങളും ചെറുതായിട്ട് കിടപ്പുണ്ട്. അത് സാരമില്ല. അപ്പോൾ ഞാനിതിനെ ഒരു ഗ്ലാസ്സിലോട്ട് മാറ്റുന്നുണ്ട്. ഇപ്പോൾ വീഡിയോ എടുക്കുന്നത് കൊണ്ട് ഞാൻ കുറച്ച് ഒന്ന് ഡെക്കറേഷൻ ചെയ്യുന്നുണ്ട്. കുറച്ച് ഐസ്ക്രീം ഉണ്ടായിരുന്നു. അപ്പോൾ ഐസ്ക്രീം ഒന്ന് സ്കൂപ്പ് ചെയ്തിട്ട് ഒരു 2 സ്പൂണ് സ്കൂപ്പ് ചെയ്ത് ഞാൻ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ മണ്ടയ്ക്ക് കുറച്ച് ബൂസ്റ്റ് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് മുകളിൽ പിന്നെയും കുറച്ച് ഷേക്ക് കൂടെ ഒന്ന് ചെറിയ സ്പൂണിലൊന്ന് കോരി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ എന്നിട്ട് അതിന് മുകളിൽ ചെറുതായിട്ട് ഒന്ന് ബൂസ്റ്റ് ഒന്ന് വിതറി കൊടുക്കുന്നുണ്ട്. അതൊന്ന് വീഡിയോയ്ക്ക് ഒരു ഭംഗി കിട്ടാൻ വേണ്ടി മാത്രമാണ്. വീഡിയോ എടുക്കുന്നതിന് അത് കാണാനൊരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അത് തുളുമ്പൻ നിൽക്കുമ്പോൾ ഒരു ഭംഗിയായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ കഴിക്കുമ്പോൾ അങ്ങനെയൊന്നും കഴിക്കാറില്ല. അപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം ഞാൻ ഇങ്ങനെ ഒന്ന് ചെയ്തതാണ്. അപ്പോൾ ഇതിന് മുകളിൽ വേണമെങ്കിൽ നമുക്ക് കുറച്ച് നട്ട്സ് വേണമെങ്കിൽ ഇടാം. ബദാം, കാഷ്യൂ, പിന്നെ ചോക്ലേറ്റ് സിറപ്പ്, അങ്ങനെയൊക്കെ വേണമെങ്കിലും ഒഴിക്കാം ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ നമുക്ക് അങ്ങനെ ചേർത്ത് വേണമെങ്കിലും കഴിക്കാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ താങ്ക് യു. വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.